എനിക്ക് ദേവർമകനിലെ മിനേച്ചറും മറ്റേ സെറ്റ്സും ഏറ്റവും ആദ്യം ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അതൊരു ടെക്നിക്കാണല്ലോ, ഒരു ഫിലിം മേക്കിംഗ് ഒരു സാധനത്തിന്റെ. സോ അതെപ്പോഴും ഫ്രഷ് ആണ്. വളരെ ചെറിയ, അല്ലെങ്കിൽ സിനിമ എന്താണ്, സിനിമാക്കാരൻ ആരാണ്, അച്ഛന്റെ വലിപ്പം എന്താണ് എന്നൊന്നും അറിയാത്ത സിദ്ധനെ സംബന്ധിച്ച് ആ സമയത്തൊക്കെ നല്ല തിരക്കുള്ള സമയമല്ലേ അച്ഛന്. ഫ്രീക്വന്റ് ആയിട്ട് വീട്ടില് കിട്ടാറുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ചിത്രം വരെ ഉള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ പടം വരച്ചേറുള്ള പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വീട്ടില് പടം വരയ്ക്കണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. അതായത് ശ്രീകുട്ടി എന്റെ ചേച്ചി, ഇപ്പൊ അവളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ശ്രീയുടെ അടുത്ത് അച്ഛൻ സ്പെസിഫിക്കലി പറയാറുണ്ട്, പാട്ട് ഒരു പർട്ടിക്കുലർ ഒരു പാട്ട് എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല ആ പാട്ട്. ഒന്നില്ലെങ്കിൽ ആ പാട്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു മൊണോലിസ പോലത്തെ പിയാത്ത എന്ന് പറയുന്ന ഒരു വേറൊരു ഒരു സ്കൾപ്ചർ ഉണ്ട്, അതിൻ്റെ ഒരു ഡ്രോയിങ്. ഇത് രണ്ടെണ്ണം ഏതെങ്കിലും നന്നായി ചെയ്യുന്ന ആരാണെങ്കിലും ഇവിടെ റിബൺ കെട്ടിയ ഒരു മോപ്പഡ് നിൽക്കുന്നതാണ് പറഞ്ഞത്. റിബൺ കെട്ടിയ സാധനം ഇവിടെ നിൽക്കും. അപ്പൊ ഞാൻ കുറച്ചാളൊക്കെ ട്രൈ ചെയ്തില്ല, ഇപ്പൊ കിട്ടിയാലോ മോപ്പഡ്. എനിക്ക് മനസ്സിലായി ഇത് നടക്കാൻ പോടില്ല. മോപ്പഡ് നമുക്ക് ആലോചിക്കാതെ. ശ്രീ പിന്നെ ട്രൈ ഉണ്ടായിരുന്നു, പക്ഷെ മോപ്പഡ് റിബൺ കിട്ടിയ മോപ്പഡ് വന്നില്ല എന്നുള്ളതാണ്. പെർഫെക്റ്റ് ആയാലേ ഉള്ളൂ. അത് ശ്രീ ആണ് പിന്നെയും കുറച്ചുകൂടെ ബെറ്റർ എന്നെക്കാട്ടിലും. ചിത്രം വരയ്ക്കലായാലും പാട്ടുപാടലായാലും ഒക്കെ. ഞാനത് മൂത്ത ആളല്ലേ, അവരെടുത്തോട്ടെ, അവർക്ക് ഒഴിച്ചു കൊടുത്തത്. മാളൂട്ടിയെ കുറിച്ച് നമ്മൾ വീണ്ടും പറയേണ്ടതായിട്ടുണ്ട്. അന്ന് ആ ഒരു സിനിമ, അന്ന് അത്രയും നമ്മളിപ്പോ പറഞ്ഞ പോലെ, ഇപ്പം തേവർ മകന്റെ ഡാം പൊട്ടിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞതുപോലെ, ഒരു സാങ്കേതികത്വങ്ങൾ ഇത്രയും പരിമിതമായ ഒരു സമയത്ത് അതിനെ ഇത്രയും ഹോൾഡ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ മാളൂട്ടിയുടെ ഷൂട്ടിങ് ഞങ്ങളുടെ വീടിന്റെ പുറകില് നടത്തിയിട്ടുണ്ട്. അതായത് ഈ കുഞ്ഞു വീഴുന്നു അല്ല, ആ ഹോള് ഒരു പോർഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ പോലെ. എന്നിട്ട് അതിന്റെ കുറച്ച് പാച്ച് എടുക്കണമായിരുന്നു. അപ്പൊ അത് നമ്മുടെ വീടിന്റെ പുറകിലാണ് ചെയ്തത്, ബാക്ക് യാർഡില്. ഇത് മാത്രം കൊണ്ടുവന്ന് വെച്ചാൽ മതിയല്ലോ, രണ്ട് ലൈറ്റും വെച്ചാൽ. ഈ കൊച്ചിനെ അവിടെ ഇരുത്തിയിട്ട് ചെയ്യണത് നമ്മളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. ഒരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ശ്രീകുട്ടിയൊക്കെ ഇങ്ങനെ എത്തി നോക്കി കാണുന്നുണ്ട്. അപ്പൊ അന്ന് അവക്ക് ആ കുട്ടിക്ക് ഒരു ട്രോമ ഉണ്ടായി. ഒറിജിനൽ ഷൂട്ട് ചെയ്ത സമയത്ത് രാത്രി ഷൂട്ട് ചെയ്യുമ്പോൾ ഈ മഴവെള്ളം ഒലിച്ചു വരുന്നത് ഇവരെടുത്ത സമയത്ത് ഇവരെങ്ങാണ്ട് ഇച്ചിരി വെള്ളം നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു, രാത്രിയായിരുന്നു. അപ്പോൾ കൊച്ചിന് തണുപ്പടിച്ചു, കൊച്ചിന് ട്രോമയായി. പിന്നെ അതിൽ ഇതിനകത്ത് ഇരുത്തുമ്പോൾ വേറെ റിയാക്ഷൻസ് എടുക്കുമ്പോൾ കൊച്ചു പറയണത് വെള്ളം ഒഴിക്കല്ലേ പ്ലീസ്, വെള്ളം ഒഴിക്കല്ലേ. അതായത് ഇവര് പറയുന്നുണ്ട് ഇല്ലല്ല വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്, ഇത് ഈ കുട്ടിയെ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കരിച്ച കളിയാണ് അന്നത്തെ കാലത്ത് അല്ലേ. ആൻഡ് അത് സക്സസ്ഫുള്ളി അന്ന് ഷൂട്ട് ചെയ്ത് തീർക്ക്. അപ്പൊ ഇത്തരം ഗ്ലിംസസ് ഒക്കെ ഞാനൊരു സംവിധായകനാവുന്നതിൽ ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നതിലും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആർട്ടിന് ഇത് കിട്ടിയിട്ടുണ്ടോ? അത് വരാകിരൊന്നും ഇല്ല, എന്നാലും ഐഡിയ വരും. ഫോട്ടോ ഒക്കെ എടുക്കും. രതിനിർവേദം എന്ന് പറയുന്ന പടം എടുക്കുമ്പം അത് വേറൊരു കൗമാര ചാബല്യങ്ങളുടെ, അതായത് നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കൗമാരത്തിലുണ്ടാകുന്ന എല്ലാ ഫ്രസ്ട്രേഷൻസും അതിൻ്റെ ഒരു വലിയ മെസ്സേജുള്ള സിനിമ അത്. അപ്പോൾ ഭരതേട്ടനെ ഒരുപാട് പേര് അന്ന് പറഞ്ഞിരുന്നു, ഭരതേട്ടൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ സെക്സിൻ്റെയും വയലൻസിൻ്റെയും അതിഭാവത്തുള്ള സിനിമകളെന്നാണ്. പക്ഷേ അതിനകത്തൊക്കെ വലിയ മെസ്സേജുകളായിരുന്നു. 38 മലയാള സിനിമകളാണ്. ഈ 38 സിനിമകളും 38 സബ്ജക്റ്റാണ്, ചിന്തിക്കാൻ പറ്റാത്ത. ഇതിന്റെ ഒരു അതിഭാവുകത്വം ഉണ്ടെന്ന് പറഞ്ഞ ആരോപണങ്ങൾ നിൽക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം ആ സമയത്താണ് ഈ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം, മർമ്മരം, 2 സിനിമകൾ അധ്യാപകരുടെ കഥകളാണ്. നേരെ അങ്ങ് തിരിഞ്ഞു. അതുപോലെ അമരം, വെങ്കലം, നേരത്തെ നമ്മൾ പറഞ്ഞ സിനിമകളെല്ലാം തന്നെ ഈ 38 സിനിമകൾക്കും 33 ചലച്ചിത്ര ഗ്രന്ഥങ്ങളാണ്. ഈ മാളൂട്ടിയുടെ പേരെഴുതി കാണിക്കുമ്പോൾ കുറെ ചിത്രങ്ങളുള്ളത് അച്ഛൻ തന്നെ വരച്ചാണോ? അത് ഞാനും ശ്രീകുട്ടിയും കൂടെ വരച്ചാണ്. കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ 2 ഡ്രോയിങ്സ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കുറച്ചുകൂടെ മെച്ചോർഡായിട്ട് നല്ല. അത് ശ്രീ വെറുതെ വട്ടമൊക്കെ വരച്ചിരിക്കുന്നൊക്കെ അത് ഞാൻ. കാറ്റത്തെ കിളികളുടെ ടൈറ്റിൽ നമ്മളെ കൊതിപ്പിച്ച് കളയും. ഒരു കിളികളും ഈ പറഞ്ഞ മിന്നാമിനിങ്ങിന്റെ പാട്ടുകളിലെ ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ മ്യൂസിക്കിനപ്പുറം കൃത്യമായിട്ട് പറയുമായിരുന്നു റീ റെക്കോർഡിങ്ങോ കാര്യങ്ങൾക്കൊക്കെ ഇരിക്കുമ്പോൾ. റീ റെക്കോർഡിങ്ങിൽ അധികം ഇങ്ങനെ അദ്ദേഹത്തിന് നമ്മൾ ചെയ്യുന്നതിൻ്റെ മൂഡ് ശരിയാണെങ്കിൽ അത് പറയും. പക്ഷേ പാട്ടിൽ കൃത്യമായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. അത് നമ്മളുടെ ഞാനിപ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന നേരത്തെ ഒരു 2-3 പ്രാവശ്യം പാടിയിട്ടുണ്ടെങ്കിൽ ഭരതേട്ടൻ ഒരു 10 പ്രാവശ്യം പാടിയിട്ടുണ്ടാവും. ഭരതേട്ടൻ അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും ഇതിങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോഴും മൂളും. എപ്പോഴും
ആ ട്യൂൺ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ വിഷ്വൽ കിട്ടാനും കൂടിയിട്ടായിരിക്കാം. അപ്പം പിന്നെ തൻ്റെ പടത്തിന് വേണ്ടുന്ന പാട്ടിന് ഒരു കൺഫ്യൂഷനും ഇല്ല. എന്ത് വേണം എന്നുള്ളത് 100% ഉറപ്പാണ്.